ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജിവ തോട്ട്സ്. ഇന്നൊരു അടിപൊളി കിണ്ണത്തപ്പം എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അതിനായിട്ട് 1 കപ്പ് പൊടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1.5 കപ്പ് തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. 1-ാം പാലും 2-ാം പാലും ഒക്കെ ചേർന്ന് ഒരു മീഡിയം കട്ടിയുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുന്നതായി അല്പം ഉപ്പ്, പിന്നെ ഒരു 3 ഏലക്കായുടെ കുരു കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിൽ ഒരു സ്പൂൺ ഇട്ട് നന്നായി ഇളക്കുക. കാരണം പൊടി കട്ടി പിടിക്കാതിരിക്കാനാണ്. ഒന്ന് മിക്സിയിൽ നന്നായി അടിച്ചെടുത്തതിന് ശേഷം ഈ പരുവത്തിൽ വേണം മാവിരിക്കാൻ. ഇതിൻ്റെ കട്ടി കുറച്ച് കൂടുതലായി തോന്നുകയാണെങ്കിൽ അല്പം കൂടി തേങ്ങാപ്പാൽ ചേർക്കാം. അരിപ്പൊടിയുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് കട്ടി കൂടിയും കുറഞ്ഞിരിക്കും. ഇതുപോലെ വേണം ഇരിക്കാൻ. അതിനുശേഷം 1/2 സ്പൂണ് ജീരകം കൂടെ ചേർത്ത് നന്നായി ഇളക്കി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിനുശേഷം ഒരു കിണ്ണത്തിലേക്ക് നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കാം. കൂടുതലായി നിറച്ചൊഴിക്കാതെ ഇതുപോലെ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇത് ഒരുപാട് കട്ടിയില്ലാതെ മീഡിയം കട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഇത് വെച്ച് ആവി കയറ്റി വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 5 to 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇതിന് ഇതുപോലെ ഒരു കോൽ ഉപയോഗിച്ച് കുത്തി നോക്കുകയാണെങ്കിൽ കോലിലൊന്നും തന്നെ ഒട്ടിപ്പിടിച്ചില്ലെങ്കിൽ അത് വെന്തോന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ആറിയതിന് ശേഷം വളരെ ഈസി ആയിട്ട് പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അടിയൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ല അടിപൊളി കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 കിണ്ണത്തപ്പത്തിനുള്ള മാവാണ് ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. ഇതുപോലെ ഇനി ഒരെണ്ണം കൂടി ഉണ്ടാക്കാനായിട്ടുള്ള മാവാണ് 1 കപ്പ് പൊടിയിൽ കിട്ടുക. അതിനുശേഷം നല്ലപോലെ മുറിച്ചെടുത്ത് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റിയും തേങ്ങാപ്പാൽ ഉപയോഗിച്ചുണ്ടാക്കുന്നതിനാൽ ഹെൽത്തിയുമാണ്. തീർച്ചയായും നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമൻറ്റുകൾ രേഖപ്പെടുത്തുക.